ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് ബാഹുബലി സിനിമയുടെ അപ്ഡേറ്റാണ്. ബാഹുബലി സിനിമയുടെ മൂന്നാമത്തെ ഭാഗം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. സിനിമ ഒരു ആനിമേഷൻ രൂപത്തിലാണ് വരുന്നത്. സിനിമ ബാഹുബലി എപ്പിക് എന്ന സിനിമയോടൊപ്പം ഒരു ടീസർ ഇറക്കിയിട്ടുണ്ട്. ബാഹുബലി 3 എന്നുള്ള സിനിമയുടെ ടീസർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ടീസർ കണ്ടിട്ട് തോന്നുന്നത് ഒരു വേറെ ലെവൽ പടമായിരിക്കും എന്നാണ് തോന്നുന്നത്. നമ്മുടെ അമരേന്ദ്ര ബാഹുബലിയുടെ കഥയായിരിക്കും ഇതിൽ പറയുന്നത്. നമ്മുടെ അമരേന്ദ്ര ബാഹുബലി മരിച്ചതിന് ശേഷം ആഫ്റ്റർ ലൈഫിലോട്ട് വേറെ ലോകത്തിലോട്ട് പോകുന്നു. പിന്നെ നടക്കുന്ന കഥയാണ് ബാഹുബലി 3 എന്ന് പറഞ്ഞത്. ഫുള്ള് ഒരു ദൈവങ്ങളുടെ ലോകത്തെത്തുന്ന അങ്ങനെ ആ രീതിയിലുള്ള ഒരു പടമാണ് തോന്നുന്നു. ഇങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ രാജമൗലിയുടെ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ആയിരുന്നു ഈ സിനിമ. ബാഹുബലി ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മഹാഭാരതത്തിലെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു സിനിമ എടുക്കാൻ വിചാരിച്ചത്. പക്ഷേ സിനിമയിലെ റൈറ്റ്സ് എല്ലാം വേറെ നോർത്ത് ഇന്ത്യയിൽ എല്ലാം ആയതുകൊണ്ട്, സിനിമയുടെ റൈറ്റ്സൊക്കെ അവരുടെ അടുത്തായതുകൊണ്ട് ഈ സിനിമ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ബാഹുബലി അത് ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കിയൊരു ക്യാരക്ടറാണ് ബാഹുബലി എന്ന ക്യാരക്ടർ, നമ്മുടെ രാജമൗലി. എന്തായാലും സിനിമയ്ക്ക് ഇപ്പോൾ രാജമൗലി വിചാരിച്ച പോലെ ഒരു കഥ ആയിട്ടുണ്ട്. ഇപ്പോൾ സിനിമയ്ക്ക് മൂന്നാം ഭാഗത്തിൽ ഒരു ആനിമേഷൻ പടമായിട്ടായിരിക്കും സിനിമ വരുന്നത്. എന്നാലും ഒരു 100 കോടി ബഡ്ജറ്റാണെന്നാണ് കേൾക്കുന്നത് ഈ സിനിമയ്ക്ക്. അതായത് ബാഹുബലി സിനിമയുടെ ഫസ്റ്റ് സിനിമയുടെ ബഡ്ജറ്റിൻ്റെ ഇത്രയെല്ലാം ഉണ്ടെന്ന് പറയാം. എന്തായാലും ഈ ആനിമേഷൻ കണ്ടിട്ട് നമ്മുടെ സ്പൈഡർമാൻ ആനിമേഷൻ സിനിമയുടെ അതേ രീതിയിലൊക്കെ ഉള്ള ആനിമേഷനാണ് തോന്നുന്നത്. അതിൽ പടം വേറെ ലെവലാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും അവതാർ നരസിംഹ എന്ന സിനിമ ഇവിടെ ഹിറ്റായതുകൊണ്ട്, ആ സിനിമ ഇവിടെ 100 കോടി കളക്ഷൻ നേടി വില ഹിറ്റായതുകൊണ്ട് അതുപോലുള്ള സിനിമകൾ ഇറക്കാൻ ഒരു ധൈര്യമായിരുന്നു പറയാം. ബാഹുബലി 3 എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഒരു പൊളിക്കുമെന്ന് ഉറപ്പാണ്. നമുക്ക് കണ്ടറിയാം.